പറ്റുള്ളൂ. അപ്പൊ MA വരെ എത്തുമ്പോഴേ വി വിൽ ബി നോയിങ് അബൌട്ട് അവർ ഇഗ്നോറൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെൻ വി റീച്ച് ദ ലെവൽ ഓഫ് MA ഓർ MSc. ആ ലെവലിൽ എത്തുമ്പോൾ നമുക്കറിയണം, എലിവേറ്റ് യുവർ സെൽഫ്, നെവർ ഡിനിഗ്രേറ്റ് യുവർ സെൽഫ്. യു ആർ യുവർ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആൻഡ് യു ഷുഡ് നോട്ട് ബിക്കം യുവർ ക്ലോസസ്റ്റ് എനിമി. ധാരാളം കുട്ടികളുണ്ട്, എവിടെയെങ്കിലും ചെന്ന് ട്രാപ്പിലാവും. അവസാനം അവര് വിചാരിക്കും എനിക്കിനി ഒരു സൊല്യൂഷനേ ഉള്ളൂ, ആത്മഹത്യ. ഞാൻ ഈ ക്ലാസ് കേൾക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന് ഇത്രയും നിശബ്ദമായിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോടും പറയുന്നു, ഈ ജന്മം പുണ്യമായൊരു ജന്മമാണ്. മനുഷ്യന് കിട്ടുന്ന ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ജീവിതം, വിദ്യാഭ്യാസം, സ്ഥാപനം, മാതാപിതാക്കള്, ഇതെല്ലാം ഉണ്ടായിട്ട് ജീവിതത്തിൽ അർത്ഥമില്ലെന്ന് ധരിച്ച് ആത്മഹത്യ ചെയ്യുന്നവരോട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ചിലപ്പോൾ തോന്നാറുണ്ട്, മക്കളെ, ജീവിതത്തിൽ പരാജയത്തിന്റെ ക്ലൈമാക്സ് ആണ് ആത്മഹത്യ. ഒരിക്കൽ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഈ ജന്മമില്ല. അറിയണം, എന്നെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് എഴുതിയ പുസ്തകം മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് ഒന്ന് വായിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ഈ ജന്മത്തില് മനസ്സിനെ കലുഷിതമാക്കില്ല, മനസ്സിനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകില്ല. കാരണം ഈ ജന്മം ധന്യമായൊരു ജന്മം, നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുള്ള ജന്മം. ആ ജന്മത്തെ ജഗദീശ്വരൻ, അതാരുമാകട്ടെ, അള്ളാഹുവോ യഹോവയോ മഹാവിഷ്ണുവോ മൻമോഹൻ സിംഗോ ആരുമാവട്ടെ, നോ പ്രോബ്ലം, നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഈ ജന്മത്തില് മനസ്സിനകത്ത് പ്രശ്നമുണ്ടാവുമ്പോഴാണ് മനസ്സ് ശരീരത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രജനി എന്നൊരു പെൺകുട്ടി 5ാമത്തെ നിലയിൽ നിന്നെടുത്ത് ചാടുന്നതിന് മുമ്പ് ആ ഓടിപ്പോയ വഴിയില് ധാരാളം അമ്മമാര് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയെ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ട്, മോൾ എങ്ങോട്ടാ ഓടുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് തടഞ്ഞു നിർത്തി ആ കുട്ടിയുടെ ദുഃഖത്തിന് ഒരു ആശ്വാസം കൊടുത്തിരുന്നു എങ്കിൽ ആ രജനി എന്ന പെൺകുട്ടി 5 നിലയുടെ മുകളിൽ നിന്ന് ചാടുമായിരുന്നില്ല. പക്ഷെ വൈകി ചാടിക്കഴിഞ്ഞിട്ട് കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എലിവേറ്റ് യുവർ സെൽഫ് മെന്റലി, സൈക്കോളജിക്കലി, ഇന്റലക്ച്വലി, എക്കണോമിക്കലി, ഫിനാൻഷ്യലി, സോഷ്യലി, മെച്യൂരിറ്റി വൈസ്, എവ്രി ഡേ എലിവേറ്റ്. 26,500 ദിവസം ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ 13,500 ദിവസം ഉറങ്ങാൻ 8,000 ദിവസത്തിന് തുല്യമായ സമയം LKG മുതൽക്ക് റിട്ടയർ ആവുന്നത് വരെയുള്ള പഠനവും പഠിച്ചതിന്റെ പ്രയോഗവും, പിന്നെ 10-300 ദിവസം ഭക്ഷണം പാകം ചെയ്യാൻ, 10-300 ദിവസം ഭക്ഷണം പാകം ചെയ്തത് കഴിക്കാൻ, പിന്നെ 10-200 ദിവസം പരദൂഷണം പറയാൻ, പിന്നെ ജീവിക്കാൻ എത്ര നേരമുണ്ട് മക്കളെ? ആ ജീവിതം എന്ന് ഓർമ്മിക്കുക. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. ഞാൻ ആ വരി എല്ലാവരോടും പറയാറുണ്ട്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകള്, ആ നന്മകള് ജീവിതത്തിന് ഭാരമാകരുത്, ജീവിതത്തിന്റെ ഭാഗമാകണം, ജീവിതത്തിന്റെ ഭാഗ്യമാകണം. ഭാരം ആകരുത്, ഭാഗം ആകണം,
ഭാഗ്യമാക്കണം. അപ്പോഴാ എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ് എന്ന് പറയാ. ആ ജീവിതം ഉറച്ച മനസ്സോടുകൂടി ഒന്ന് ആലോചിച്ചു നോക്കാം. അനിൽ അംബാനി എന്ന വ്യക്തി, റിലയൻസ് കമ്പനിയിലെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ, മദ്രാസ് തെരുവുകളിലൂടെ സമോസ തിന്നുകൊണ്ട് നടന്ന വ്യക്തിയാണ്. സമോസ തിന്നുകൊണ്ട് നടന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ മാറ്റമാണ് ലോകത്തിലെ 10 വലിയ സമ്പന്നരില് ഒരുവനാകാൻ സാധിച്ചത്. മനസ്സിന്റെ ഉറച്ച തീരുമാനം. അതേപോലെ ബുദ്ധദേവ് ബംഗാളിൽ നിന്ന് നാനോ കാർ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച മുഖവുമായി ഒരു തരത്തിലും ടെൻഷൻ ഇല്ലാതെയാണ് രത്തൻ ടാറ്റ 600 കോടി രൂപയുടെ എക്യുപ്മെന്റുകൾ ഗുജറാത്തിലേക്ക് മാറ്റിയത്. അപ്പോഴും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നില്ല. ഇതൊക്കെ മനസ്സിന്റെ ചങ്കൂറ്റം. ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. പുറത്ത് നിന്ന് ആർക്കും മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധ്യമല്ല. അകത്ത് നിന്ന് വേണം മാറ്റമുണ്ടാക്കാൻ. യഥാർത്ഥത്തിൽ ഒരാൾ അയാളുടെ ഭാര്യയും മക്കളുമായിട്ട് വഴക്കിട്ട് വീട്ടിൽ കഴിയുമ്പോൾ മറ്റൊരാൾ പറഞ്ഞു, തൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഇന്ന ഗ്രാമത്തില് ഒരാളുണ്ട്, അയാളുടെ അടുത്ത് പോയാൽ മതി. അയാളെ കാണാൻ പ്രോബ്ലമുള്ള മനുഷ്യൻ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഇന്ന വ്യക്തി എവിടെയാ താമസിക്കുന്നത്? അയ്യോ, അയാള് ഭ്രാന്തനാ, അയാളെ കണ്ടോണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നാ പെൺകുട്ടി പറഞ്ഞു. കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ഒരാളെ കണ്ടു, പയ്യൻ. അയാളോട് ചോദിച്ചു, ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ഇയാള് ഭ്രാന്തനാന്നാ പറഞ്ഞത്. ആ വ്യക്തിയുടെ വീട് എവിടെയാണ്? ആ വ്യക്തി ഇന്ന വീട്ടിലാ താമസിക്കുന്നത്. അയാൾ ശുദ്ധ യൂസ്ലെസ് ആണ്, അയാളെ കണ്ടോണ്ട് പ്രയോജനമില്ല. ഏകദേശം വീടിനകത്ത് കയറിയപ്പോ അഴയില് തുണി അലക്കിയിടുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവരോട് ചോദിച്ചു, ഈ വ്യക്തി ഇവിടെയാണോ താമസിക്കുന്നത്? അയാൾ എന്നേ മരിച്ചു എന്ന ആ സ്ത്രീ പറഞ്ഞത്. ഇത് പറയലും അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോ സ്വന്തം വീട്ടില് പ്രശ്നമുള്ള ആൾ ഇയാളോട് ചോദിച്ചു, അങ്ങയെ കണ്ടാൽ എന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നൊരാൾ പറഞ്ഞതനുസരിച്ചാ ഇവിടെ വന്നത്. അപ്പൊ വഴിയിൽ വെച്ച് ആരെയെങ്കിലും കണ്ടോന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടിയെ ആദ്യം കണ്ടു. അപ്പൊ ഇയാൾ പറഞ്ഞു, അതെന്റെ മകളാണ്. പിന്നെ ആരെയെങ്കിലും കണ്ടോ? ഒരു പയ്യനെ കണ്ടു, അതെന്റെ മകനാണ്. പിന്നെ ആരെയാ കണ്ടത്? പിന്നെ ഈ സ്ത്രീയെ കണ്ടത്, അതെന്റെ ഭാര്യയാണ് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇയാൾ മരിച്ചു കഴിഞ്ഞു. മകൻ പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണ്. മറ്റേ ആള് പറഞ്ഞു, ശുദ്ധ യൂസ്ലെസ് ആണെന്ന്. ഇങ്ങനെ അവനവന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് നമ്മളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെന്ന ആരാ വിഡ്ഢി എന്ന് വന്നാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഇയാളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല, അപ്പൊ നമ്മളുടെ പ്രശ്നം വേറെ വല്ലവർക്കും പരിഹരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ധരിച്ചേക്കരുത്. നമ്മൾ തന്നെയാ പരിഹരിക്കേണ്ടത്. നമ്മുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കണം. വി ഹാവ് ടു സോൾവ് അവർ പ്രോബ്ലംസ്. Don't think that others will be participating in you solving your problem. Everyone has got their own problem. അവരവരുടെ പ്രോബ്ലം ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞതുപോലെ, don't try to lean on others. You can lean for few hours. After that they will have to go their own way. So you have to stand by yourself. അതുകൊണ്ട് മനസ്സിനകത്ത് നല്ല ശക്തി ഉണ്ടാക്കണം എന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഗോപാലകൃഷ്ണന് പറയാൻ വളരെ എളുപ്പമാണ് സാറേ, ഞങ്ങൾക്കേ അറിയുള്ളൂ ഞങ്ങളുടെ പ്രശ്നമൊക്കെ എന്താന്ന്. മൈക്കിൽ വന്ന് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ ഇത്ര വലിയ പ്രാരബ്ധം വല്ലതും ഉണ്ടോ? ഞങ്ങൾ മൈക്കിന്റെ മുമ്പിൽ വന്നാൽ ഞങ്ങളും ഇതേപോലെ പ്രസംഗിക്കാമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുന്നു, അടുത്ത 4 പോയിന്റ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ. ഇന്നു മുതൽക്ക്
അടുത്ത 4 പോയിന്റ് ഇന്നു മുതൽക്ക് പ്രാക്ടീസ് ചെയ്താൽ മനസ്സിന് ശക്തി ഉണ്ടാവും, ഉറപ്പാ. 1 ലിസണിങ്, 2 വാച്ചിങ്, 3 ഡിസ്കസിങ്, 4 തിങ്കിങ്. 4 വാക്കുകൾ: ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. കേൾക്കുക. ഈ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഒരു മിർച്ചി എന്ന് പറയുന്ന റേഡിയോ ഉണ്ട്, മാംഗോ റേഡിയോ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് വേറെ. നിരന്തരം മറ്റുള്ളവന്റെ ദുഃഖവും മറ്റുള്ളവന്റെ പ്രശ്നങ്ങളും മറ്റുള്ളവന്റെ വേദനകളും മറ്റുള്ളവന്റെ അച്ചീവ്മെന്റുകളും മറ്റുള്ളവന്റെ അവസ്ഥകളും കേൾക്കാൻ കുറച്ച് സമയമൊന്ന് ചെലവഴിച്ചു നോക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല. അബ്ദുൽ കലാമിനെ കുറിച്ച് കേൾക്കാം, അതേപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് കേൾക്കാം. ആരെ കേൾക്കണം ആരെ കേൾക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കാം. കേട്ടു പഠിച്ചു നോക്കാം. ആർക്കാ ഈ ലോകത്തിൽ ദുഃഖമില്ലാത്തത്? ആർക്കാ ഈ ലോകത്തിൽ പ്രശ്നമില്ലാത്തത്? ആർക്കാ ഈ ലോകത്തിൽ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാൻ പറ്റാത്തത്? വേണമെങ്കിൽ ചക്ക. കൃത്യമായിട്ട് മലയാളം അറിയാം. അപ്പൊ യഥാർത്ഥത്തില് അതാണ് ആ കേൾക്കല്. അനാഥരുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാം. ചെറുപ്പത്തില് ക്യാൻസർ വന്ന വേദന കൊണ്ട് പുളയുന്നവരുടെ അവസ്ഥയൊന്ന് കേൾക്കാം. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവരുടെ വിശപ്പിനെ കുറിച്ചൊന്ന് കേൾക്കുക. വാർദ്ധക്യത്തിന്റെ പരമകാഷ്ഠയില് തുണി പോലും ഉടുക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ പറ്റാത്തവരുടെ ദുഃഖമൊന്ന് കേൾക്കുക. നമ്മളിൽ പലർക്കും ഇതിലെ ചില വഴികളിലൂടെയെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടി വന്നാൽ പോകേണ്ടി വരരുതേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കാം. പോകേണ്ടി വരില്ല എന്ന് പറയാൻ സാധ്യമല്ല. ഈ വഴി എല്ലാവർക്കുമുള്ള വഴിയാ. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് എല്ലാവരും പറയുന്ന 916 അണിയുന്ന 916 അണിഞ്ഞു പോയാലും ജീവിതത്തിലെ ലാസ്റ്റ് പാർട്ടില് വരെയും പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഓരോരുത്തരുടെയും ദുഃഖങ്ങളുണ്ട്, അവരുടെ സന്തോഷങ്ങളുമുണ്ട്, അവരുടെ ജയങ്ങളും പരാജയങ്ങളുമുണ്ട്. വെറുതെ ഒന്ന് കേൾക്കാം. എന്നിട്ട് 3 ഇംഗ്ലീഷ് വാക്കുകൾ ഓർമ്മിക്കാം. എപ്പത്തി, സിമ്പത്തി, എംപത്തി. എപ്പത്തി എന്ന് പറയുന്നത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അത് കണ്ടു എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഞാൻ കേട്ടു എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സിമ്പതി, അയ്യോ പാവം കഷ്ടമുണ്ട് ഞാൻ അതൊക്കെ കേട്ടപ്പോ. എംപതി, ഞാനാണത് അനുഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ചിന്തിക്കാം. ഇഫ് ഐ വർ പുട്ട് ഇൻ ദാറ്റ് ഷൂസ് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ്? ഞാനാണ് ആ ഷൂസിലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാം. കേൾക്കണം. ബൈബിളിൽ നിന്ന് കേൾക്കുക, ഭഗവത്ഗീതയിൽ നിന്ന് കേൾക്കാം, അതേപോലെ ഖുറാനിൽ നിന്ന് കേൾക്കാം. കമ്മ്യൂണിസത്തിൽ നിന്നോ ലെനിനോ ഷെല്ലിയോ മാർക്സോ ഏംഗൽസോ വേർഡ്സ്വർത്തോ എബ്രഹാം ലിങ്കണോ ആരെല്ലാം പറഞ്ഞതിൽ നന്മകളുണ്ടോ അത് കേട്ടുപഠിക്കാൻ എന്റെ അനുജത്തിമാർക്ക് സാധിച്ചാൽ ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, ഇന്നലെ വരെ ദുഃഖം തോന്നിയ പലതും ദുഃഖമല്ലെന്ന് മനസ്സിലാവും. പലപ്പോഴും പലരും പറയാറുണ്ട്, സർ അവിടെ പ്രോബ്ലം, ഇവിടെ പ്രോബ്ലം, അങ്ങനെയൊക്കെ ഉണ്ട് സർ. രമണ മഹർഷി എന്ന് കേട്ടിട്ടുണ്ടാവും. തിരുവണ്ണാമലയില് ഒരു മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ അടുക്കളയിൽ പോയാൽ തമ്മിൽ വഴക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാം, അടിപിടി കൂടുന്നത്. പുറത്ത് ബെഡ്റൂമിൽ പോയാലും പലരും അടിപിടി കൂടുന്നത് കാണാം. ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് മലയാളികള് രമണ മഹർഷിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ
അങ്ങയുടെ ആശ്രമത്തിൽ ഇത്രയും വഴക്കും വയ്യാവേലിയും നടക്കുന്നു, അപ്പൊ അങ്ങ് മരിച്ചാലുള്ള അവസ്ഥ എന്താ? രമണ മഹർഷി സിമ്പിളായിട്ട് പറഞ്ഞു, അത് കാണാൻ വന്നവര് അത് കണ്ടിട്ട് പൊക്കോളുക, ഇത് കാണാൻ വന്നവര് ഇത് കണ്ടിട്ട് പൊക്കോളുക. അപ്പൊ ഈ ജീവിതത്തിൽ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കാനുള്ള മനസ്സുണ്ടാകേണ്ടത് നമുക്കാണ്. നമുക്ക് തന്നെ നമ്മുടെ ചെവിയെ നെഗറ്റീവിലേക്ക് ഡൈവേർട്ട് ചെയ്യാം, നമുക്ക് തന്നെ നമ്മുടെ ചെവിയെ പോസിറ്റീവിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. ഈ ജീവിതത്തിൽ എല്ലാം വായിച്ചും അനുഭവിച്ചും പഠിക്കാനുള്ള സമയം നമുക്ക് ജഗതീശ്വരൻ തന്നിട്ടില്ല. ഈ ജീവിതത്തിൽ എല്ലാം വായിച്ചും അനുഭവിച്ചും പഠിക്കാനുള്ള അവസരം ജഗതീശ്വരൻ തന്നിട്ടില്ല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കേട്ടുപഠിക്കുക, ശാന്തരായിട്ട് കേൾക്കാനും പഠിക്കുക. കേട്ടതിൽ നിന്ന് മനസ്സിലേക്ക് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ് വരുത്താം. 4 ഇംഗ്ലീഷ് വാക്ക്, കുറച്ചു മുമ്പ് പറഞ്ഞ 4 ഇംഗ്ലീഷ് വാക്ക് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. ഇപ്പൊ പറഞ്ഞ 4 ഇംഗ്ലീഷ് വാക്ക് എന്തെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിലെ നന്മകൾ സ്വീകരിച്ച് ആഡ് ചെയ്യാം. നന്മകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ നിന്ന് സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇന്ന് ലോകം കണ്ട് കയ്യും കൂപ്പി തൊഴുന്നത്. അതാണ് അബ്ദുൽ കലാമിന്റെ മഹത്വം. He never used to project himself. He used to take from everyone. അൽഫോൻസാമ്മയുടെ ആ ദേവാലയത്തിൽ വന്ന് അൽഫോൻസാമ്മയുടെ ചരിത്രം മുഴുവനും കയ്യുകെട്ടി 1 മണിക്കൂർ 10 മിനിറ്റ് നിന്നുകൊണ്ട് കേട്ടു ഡോക്ടർ അബ്ദുൽ കലാം. 1 മണിക്കൂർ 10 മിനിറ്റ് അൽഫോൻസാമ്മയുടെ സകല ചരിത്രം, അത്ര തന്നെ ചരിത്രം കേട്ടു. മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ചെന്ന് അപ്പുറത്തുള്ള ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തതിന് ശേഷം അമൃതാനന്ദമയി പറഞ്ഞത്, അത്ര തന്നെ കേട്ടു സായിബാബ പറഞ്ഞത്, അത്ര തന്നെ കേട്ടു മമ്പ്രം മൗലവി പറഞ്ഞത്. അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ഖുറാനിലും ഇസ്ലാമിലും പറഞ്ഞത് മാത്രമേ സ്വീകരിക്കാവൂ എന്നൊന്നുമില്ല. അദ്ദേഹം സ്വർണക്ഷേത്രത്തിൽ പോയി, അപ്പുറത്തുള്ള മുസ്ലിം പള്ളിയിലും പോയി. നന്മകൾ എവിടെയുണ്ടെങ്കിലും അത് കേൾക്കാൻ സാധിച്ചാൽ എന്താ പ്രത്യേകത? അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്ന വഴിക്ക് കോണ്ടിനെന്റൽ എയർവേസിൽ, അമേരിക്കൻ എയർലൈൻസിൽ പറഞ്ഞു, ഷൂസ് ഊരണം, ബെൽറ്റ് ഊരണം, ഓവർകോട്ട് ഊരണം, എന്നിട്ട് സെക്യൂരിറ്റി ചെക്കിലൂടെ മാത്രമേ വിമാനത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇന്ത്യൻ പാർലമെന്റില് ഭയങ്കര ചർച്ചയായി. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെ ഷൂസ്, ബെൽറ്റ്, ഓവർകോട്ട് ഊരിച്ചിട്ടാണ് അമേരിക്കൻ എയർലൈൻസ് ഡോക്ടർ അബ്ദുൽ കലാമിനെ കൊണ്ടുപോയത്. അബ്ദുൽ കലാം ഒരക്ഷരവും പറഞ്ഞില്ല. 7 or 8 ദിവസം കഴിഞ്ഞ് NDTVക്കാരൊരു ഇന്റർവ്യൂ നടത്തി അബ്ദുൽ കലാമിനെ. അങ്ങയുടെ ഷൂസും അങ്ങയുടെ ബെൽറ്റും അങ്ങയുടെ ഓവർകോട്ടും ഊരിച്ചിട്ടാണ് അങ്ങയെ ഫ്ലൈറ്റിൽ കയറ്റിയത് എന്തു പറയുന്നു? അത് അവരുടെ റൂളാണ്. നമ്മൾ എന്തിനാവശ്യമില്ലാതെ ഡിസ്കസ് ചെയ്യുന്നത്? അവർക്ക് എന്ത് റൂളുണ്ടോ അതിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ഫോളോ ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിൽ അതില്ലെങ്കിൽ അത് അതേപോലെ കയറുക. അങ്ങനെ ഒരു മനസ്സിലേക്ക് എത്താൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ മനസ്സിലേക്ക് എത്തണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ കേൾക്കണം. ആ കേട്ടത് മനസ്സിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിനകത്ത് വേറെ ധാരണകൾ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിലും മോഡിഫൈ ചെയ്യണം. തെറ്റായിട്ടുള്ളതാണെങ്കിൽ കറക്റ്റ് ചെയ്യണം.
ഈ അഡീഷൻ നിങ്ങൾക്ക് സാധിക്കും. ചെവിയിലൂടെ കേൾക്കുന്നത് ആഡ് ചെയ്യണം. അതാര് പറഞ്ഞു, എന്ന് പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ആരോട് പറഞ്ഞു, അതല്ല ഇമ്പോർട്ടന്റ്. എന്തു പറഞ്ഞു, അത് എനിക്ക് എത്ര പ്രയോജനമുണ്ട് നന്മയിലേക്ക് പോകാൻ. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. 7 ചോദ്യത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വാട്ട്. എന്തു പറഞ്ഞു, അത് എനിക്ക് എത്ര പ്രയോജനമുണ്ട്. അത് ബിഷപ്പ് പറഞ്ഞാലും ശബരിമല മേശാന്തി പറഞ്ഞാലും മെക്കയിലെ കാബയിലെ മൗലവി പറഞ്ഞാലും നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അങ്ങനെ ഒരു മനസ്സുണ്ടാകണം. അതാണ്. എത്രയോ കോളേജിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഇത്രയും 18-20 വർഷമായിട്ട് നിരന്തരം പ്രഭാഷണം നടത്തുമ്പോഴും എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ പ്രിൻസിപ്പാൾ ഒരു വരി പറഞ്ഞിരുന്നു, സനാതന മൂല്യങ്ങള് അനുനിമിഷം ക്ഷയിച്ചുകൊണ്ട് പാശ്ചാത്യ വീക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഭാരതീയമായൊരു കാഴ്ചപ്പാട് കൊടുക്കുന്ന കർമ്മത്തിൽ നിമഗ്നനായ ഗോപാലകൃഷ്ണനെ ഞാൻ ക്ഷണിക്കുന്നു.